ഇപ്പൊ ഇന്നലെ ഈ ഒരു റിപ്പോർട്ട് വന്നതെന്നറിയാവോ? ഒരു വർഷം 1,00,000 കല്യാണങ്ങൾ നടക്കുന്നു. പക്ഷെ അതിൽ 30,000 കല്യാണങ്ങൾ വിവാഹമോചനം നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വിവാഹത്തെ ശക്തമാക്കി കൊണ്ടുപോകണമെങ്കിൽ മനസ്സിലാക്കേണ്ട 4 ശീലങ്ങളാണ്. ഒന്ന് ഡെയിലി അപ്രിസിയേഷൻ ആണ്. ഓരോ ദിവസവും ഒരു നന്ദി, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഒരു ചിരി, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി അവർക്ക് ആ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവാൻ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും അവർക്ക് വാല്യൂ ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്? മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊക്കെ നല്ല തിരക്കാ, ഒന്നിനും സമയമില്ല. പക്ഷെ 10 മിനിറ്റ് പങ്കാളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ മാറ്റിവെച്ച പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറ്റാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ആണ് കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഇല്ലാത്തത് പോലെയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മളൊക്കെ എല്ലാവരും 2 വീട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷെ ആ ഒരു ഫൈറ്റിന്റെ ഇടയിലും റെസ്പെക്ട് കൈവിട്ട് കളയാതെ നമ്മൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു കല്യാണവും ബ്രേക്ക് ആവില്ല. കാര്യം വേർഡ്സിന് ഭയങ്കര പവറാണ്. അപ്പൊ നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യണ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലുണ്ടല്ലോ, ജീവിതം തന്നെ കോഞ്ഞാട്ടിയാവും. അപ്പൊ അതുകൊണ്ട് സൈലൻസ് ആണ് ഏറ്റവും നല്ല കാര്യം. എന്നിട്ട് കാര്യങ്ങൾ പറയണ ലെവലിലേക്ക് സമാധാനം എടുക്കുക. നാലാമത്തെ കാര്യം എന്താ? ക്വാളിറ്റി ടൈം. എല്ലാ ആൾക്കാർക്ക് ഫോണാണ്, അല്ലെങ്കിൽ TV ആണ്, പിന്നെ ആളുണ്ട് 24/7 ഉണ്ടെന്നുണ്ട്, പക്ഷെ ഒരു ബോണ്ടും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് സമയം കൊടുക്കുമ്പോഴേ ഈ ഒരു സ്ക്രോളിങ്ങും TVയും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ പങ്കാളിയുടെ കൂടെ ഒന്നേ കുറച്ച് കുക്കിങ്ങിലൊക്കെ ഒന്ന് സഹായിച്ച, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കണ്ട, നിങ്ങളുടെ സമയം കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ലെവലിൽ ചെറിയ ചെറിയ ശീലങ്ങൾ സ്നേഹത്തോടെ ചെയ്ത ഒരു കല്യാണവും ബ്രേക്ക് ആവില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താ? ജീവിതത്തിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് അത് കൊടുക്കാൻ പറ്റണം. അത് എവറി ഡേ ആവശ്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റ് ഞാൻ വെയിറ്റ് ചെയ്യാണ്.